ഹലോ ഫ്രണ്ട്സ്, എന്നാ ഉണ്ട് നിങ്ങൾക്കെല്ലാം വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് നമുക്ക് ലണ്ടൻ വരെ ഒന്ന് പോയാലോ? ലണ്ടനിൽ നമുക്കൊരു അമ്പലത്തിൽ പോകാവേ. ഞാൻ ഈ UK വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ലണ്ടന് പോകുന്നത്. ആ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. കാരണം എപ്പോഴും ഞാൻ എൻ്റെ ജിനുവിനോട് പറയും എന്നെ ഒന്ന് കൊണ്ടുപോകും ലണ്ടനിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും. പക്ഷേ ഇന്നാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായത്. പക്ഷേ ഇത് വേറെ എങ്ങും കറങ്ങാനോ എടുക്കാനോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മളൊരു അമ്പലത്തിൽ പോവാണ് കേട്ടോ. ഇവിടെ സരിത ചേച്ചിയും സുമേഷനും ഒക്കെ പോകുന്നുണ്ട്. ആ കൂടെ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഉന്തി തള്ളി ജിനുവിനെയും കൂടെ കൊണ്ടുപോവാണേ. അല്ലെങ്കിൽ പോക്ക് നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കയ്യോടെ പിടിച്ച് കയറ്റി ഞാനും മാത്തപ്പനും ജിനുവും കൂടെ പോവാം. പിന്നെ പമ്പിൽ വന്ന് പെട്രോളൊക്കെ അടിച്ച് കയ്യോടെ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ പോവാണ് കേട്ടോ. ഇത് ചിറ്റയുടെ മകനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ചിറ്റയുടെ 2 മക്കളാണ് ഫ്രണ്ടിലിരിക്കുന്നത്. ചിറ്റയുടെ ഫാമിലിയും സുമേഷനും നമ്മളുമാണ് ഈ വാനിലുള്ളത് കേട്ടോ. മാത്തപ്പനും അമ്മയും അച്ഛയും ഞങ്ങൾ പോവാണ് കേട്ടോ. ലണ്ടനിലേക്കുള്ള യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ നമുക്ക് കാണാം കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ലണ്ടന് ഫസ്റ്റ് ടൈം പോകുന്നത് കേട്ടോ. ബാക്കി ഇവരെല്ലാം ലണ്ടന് ഒത്തിരി തവണ പോയിട്ടുള്ളതാണ്, എൻ്റെ ജിനു ഉൾപ്പെടെ. അപ്പം ഇവരെല്ലാം എന്നോട് പറയുന്നുണ്ട്, എടി അവിടെ നമ്മുടെ UK ഇവിടുത്തെ പോലല്ല, കറക്റ്റ് മുംബൈ ചെന്ന പോലാണ്, മൊത്തം ഇന്ത്യൻസാണ്, അവിടെ എല്ലാം സ്ഥലങ്ങളും കടകളും എല്ലാം നമ്മുടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ അത്രയൊന്നും വിശ്വസിച്ചില്ല, നമുക്ക് കാണാത്തതുകൊണ്ട് എനിക്ക് പക്ഷേ അത് പറഞ്ഞ് കേട്ട് ഓക്കെ, അതെൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. എന്നാലും എങ്ങനെയാണെന്നുള്ളത് പോയി കാണാം എന്ന്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവരെല്ലാം പറഞ്ഞത് ശരിയാണ് കേട്ടോ. വഴിയാണേലും നമ്മുടെ ഈ UK വഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആൻഡ് എപ്പോഴും നീറ്റായിട്ട് അവരെടുത്തോളൂ കേട്ടോ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിയാ, നമ്മുടെ നാട്ടിൽ എങ്ങനെ ചെല്ലുന്നോ അതുപോലെ തന്നെ. പറഞ്ഞ് നമ്മുടെ ഫസ്റ്റ് അമ്പലം എത്തി കേട്ടോ. ഇത് മുരുകൻ്റെ അമ്പലമാണേ. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ അമ്പലത്തിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മളൊരു നാട്ടിൽ ചെന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. കാരണം അതിൻ്റെ അകത്തെ ആൾക്കാരും പൂജയും കാര്യങ്ങളും രീതികളും എല്ലാം കാണുമ്പോഴത്തേക്ക് നമ്മൾ UK കാര്യമേ മറന്നു പോകും. നാട്ടിൽ ചെന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഫസ്റ്റ് ടൈം ചെന്നോണ്ടാണോന്നും എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വന്ന കാറൊക്കെ പാർക്ക് ചെയ്തു. നമ്മുടെ സരിത ചേച്ചിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു 5 മിനിറ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് ചെരുപ്പൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു പോവുകയാണേ. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ വലിയ വലിയ അമ്പലങ്ങളില്ലേ, അതിൻ്റെ ചെറിയൊരു മിനി വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഇവരൊക്കെ ഓൾറെഡി എപ്പോഴും ഇവിടെ വരുന്നതായതുകൊണ്ട് ഇവർക്കറിയാം ഈ ചെരുപ്പ് എവിടെയൊക്കെയാണ് വെക്കേണ്ടത്.